ഇവിടെ അടുത്ത കാലത്ത് പ്രവാസ ജീവിതം തുടങ്ങിയവരടക്കം കേരളത്തിൻ്റെ മാറ്റം അനുഭവിക്കുന്നവരാണ്. ഇന്നിപ്പോൾ ലോക ഭൂപടത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ അതിലൊന്ന് കേരളമാണ്, നമ്മുടെ രാജ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറുകയാണ്. അത് പൂർത്തിയാക്കാനായത് എങ്ങനെയെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ധാരണയുണ്ടാകും. നല്ല രീതിയിൽ നമ്മുടെ നാടിൻ്റെ ഇടപെടൽ, സർക്കാരിൻ്റെ നേതൃത്വം, അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമയബന്ധിതമായ നീക്കങ്ങൾ, ഇതെല്ലാമാണ് അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കുന്നതിലേക്ക് എത്തിച്ചത്. ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടന്ന് ഏതാനും നാളുകൾ കൊണ്ട് തന്നെ ആ തുറമുഖം വലിയ തോതിൽ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ലോകത്തിലെ വൻകിട കപ്പലുകൾക്ക്, ഏത് വൻകിട കപ്പലിന്, ഏറ്റവും വലിയ കപ്പലിനടക്കം അനായാസം വന്നെടുക്കാവുന്ന ഒരു തുറമുഖമായിട്ട് അത് മാറിയിരിക്കുന്നു. ഇതിൻ്റെ സാധ്യത, വികസന സാധ്യത അനന്തമായിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് സർക്കാരും കടക്കുകയാണ്. നിങ്ങൾ ചിലരുടെയെങ്കിലും ശ്രദ്ധയിലുണ്ടാവും അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന വികസന പദ്ധതികൾ. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കാര്യങ്ങൾ ഫലപ്രദമായി അണിയറക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം അതുമായി ബന്ധപ്പെട്ട് പുതിയ ഒരുപാട് സംരംഭങ്ങൾ വരുമെന്നതാണ്. അതിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഔട്ടർ റിംഗ് റോഡ് എന്ന പേരിൽ അവിടെ നിന്ന് പുറപ്പെടുന്ന വിശാലമായ റോഡ്, ആ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൂടി സഹകരിച്ചുകൊണ്ട് അതിൻ്റെ പണി ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ ശ്രീ ഗഡ്കരിയുമായി ചർച്ച നടത്തിയപ്പോൾ അടുത്ത ഡിസംബറിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാകും എന്ന ഉറപ്പും അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ റിംഗ് റോഡ് വരുമ്പോൾ അതിൻ്റെ സമീപത്തായി നൂറുകണക്കിന് ഏക്കർ, ഒരു 3000 ഏക്കറയോളം സ്ഥലം എടുത്ത് അവിടങ്ങളിൽ വിവിധങ്ങളായ സംരംഭങ്ങൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് മാറാൻ പോകുന്നത്. അതുകൊണ്ടാണ് അനന്തമായ സാധ്യത കേരളത്തിൻ്റെ വികസന രംഗത്ത് ഉണ്ട് എന്ന് ആദ്യമേ തന്നെ പറയാനിടയായത്.